ഹായ് എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് നമ്മുടെ കയ്യിൽ ഒരു DSLR ക്യാമറ ഇല്ല, ഒരു നല്ല ഫോണില്ല എങ്കിൽ വിഷമിക്കേണ്ട. ഈ ഒരു ആപ്പ് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഇൻസ്റ്റാൾ ചെയ്താൽ അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ സാധിക്കും. ഫോട്ടോ എടുക്കുന്നതോ DSLR ക്യാമറ എടുക്കുന്ന ഇതുപോലുള്ള ഫോട്ടോസുകളൊക്കെ നിങ്ങൾക്കും വളരെ സിമ്പിളായിട്ട് എടുക്കാൻ സാധിക്കും. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ ഒരു ഫോട്ടോ ഉണ്ട്, നല്ലത് വേറൊരു ഫോൺ എടുത്ത ഫോട്ടോ ഉണ്ട്, ആ ഫോട്ടോയിൽ നമുക്ക് എഡിറ്റ് ചെയ്തുകൊണ്ട് DSLR എഫക്റ്റ് കൊടുക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കിടിലൻ ആപ്ലിക്കേഷനെ പരിചയപ്പെടുത്തുന്നത് ഏതൊരു സാധാരണക്കാരും DSLR ഇല്ല എങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ നല്ലൊരു ഫോട്ടോ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ എഡിറ്റ് ചെയ്ത് എടുക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനും. അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഇവിടെ താഴെ കമന്റ് ബോക്സിലാണ് വെക്കുന്നത്. ഫേസ്ബുക്കിലാണ് കാണുന്നെങ്കിൽ, യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ ഇവിടേക്ക് ഡിസ്ക്രിപ്ഷനിലാണ് വെക്കുന്നത്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യാം. അടിപൊളിയാണ്. എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ എഡിറ്റ് ചെയ്തൊരു ഫോട്ടോ നമ്മുടെ കമന്റ് ബോക്സിൽ ഫേസ്ബുക്കിൽ നിന്ന് കമന്റ് ചെയ്യുക. ആരുടെ നല്ലതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതിന് സമയം കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ സ്വന്തം ക്യാമറയിൽ ഒരു ഫോട്ടോ എടുക്കാം. ആ ഫോട്ടോയെ നമുക്ക് DSLR ആക്കാം. ഇനി അതല്ലെങ്കിൽ ഈ ആപ്പിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഓപ്പൺ ആക്കുന്നു. അത് നമ്മുടെ മക്കളോട് ഉണ്ട്. ഇത് സാധാ ഫോട്ടോത്തിൽ എടുക്കണം കേട്ടോ. സാധാ ഫോട്ടോയ്ക്കാണ് എടുക്കുന്നത്. പോർട്രേറ്റ് ഓൾറെഡി നമ്മുടെ മൊബൈലിലുണ്ട്. ഇതിൻ്റെ കുറച്ച് കൂടിയ ഫോണാണ്. അപ്പോൾ ഓക്കെ, അപ്പോൾ നമ്മൾ സാധാ ഒരു ഫോട്ടോ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നിങ്ങൾക്ക് കാണുന്നില്ലേ? സാധാ ബാക്ക്ഗ്രൗണ്ടാണ്. യോയോ അടി. ഓക്കെ, കൈ താത്തി പിടിക്കുക. യോയോ. ഓക്കെ, 1-2 ഫോട്ടോ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോട്ടോ എടുത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാറ്, നേരെ നമ്മൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് ഇതുപോലെ ഇൻ്റർഫേസ് ആയി ഉണ്ടാകുക. ഇവിടെ DSLR ബ്ലർ എന്നുണ്ടല്ലേ, അതിൻ്റെ മേലെ ടച്ച് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ നമ്മൾ എടുത്ത ഫോട്ടോസ് ഉണ്ടാവും, ഇവിടെ എത്തിയില്ലേ, അതിന് ആ ഫോട്ടോ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ചെറിയ പ്രോസസ്സിങ് നടക്കും. ആ പ്രോസസ്സിങ് കഴിയുന്നവരെ വെയിറ്റ് ചെയ്യുക. അപ്പോൾ ആ ഫോട്ടോ ഇവിടെ എത്തിക്കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഫോട്ടോയെ നമുക്ക് ഉഷാറാക്കി എടുക്കണ്ടേ. അതിന് ഈ സെൻറ്ററിൽ കാണുന്ന ഈ ഒരു ഗ്രാഫ് ഉണ്ടല്ലേ, ഈ കാണുന്നത്, ഇത് സൈഡിലേക്ക് ഇങ്ങനെ നീക്കി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പോകണം നോക്കിയിട്ട് കേട്ടോ. DSLR ഫോട്ടോകൾ എടുക്കുന്ന ക്യാമറയിൽ എടുക്കുന്ന രീതിയിലായി. നമുക്ക് ആവശ്യാനുസരണം കറക്റ്റ് ചെയ്ത് വെക്കുക. ഈ ഒരു ലെവലിൽ മതി. ഇനി താഴെ ഇത് ഒരു ലെൻസ് കണ്ടില്ലേ, ആ ലെൻസിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നമുക്ക് ഓരോ ലെൻസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടില്ല നിങ്ങൾ, സോറി. ഓക്കെ, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഒരു വേറെ രീതിയിലായി. ഈ ലെൻസ് നോക്കാം. നമുക്ക് ഏത് ലെൻസാണോ നമുക്ക് വേണ്ടത് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, മുകളിൽ കാണുന്ന ഡൗൺലോഡ് എന്നുള്ള ബട്ടൻ്റെ മേലെ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാവുന്നതാണ്. ഇതിൽ വേറെ ഒരുപാട് ഫീച്ചർ ഉണ്ടോ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, കാരണം വീഡിയോയുടെ ലെങ്ത്ത് കൂടും. ഇനി ഇവിടെ ക്ലിക്ക് ചെയ്യുക, ഡൗൺലോഡ് ചെയ്യുമ്പോൾ സേവ് ന്യൂ ഇമേജ്, എക്സ്പോർട്ട് അൾട്രാ HD ആകുമ്പോൾ പൈസ കൊടുക്കേണ്ടി വരും. നമ്മൾ സേവ് ന്യൂ ഇമേജ് എന്ന ഭാഗത്ത് ടച്ച് ചെയ്യാം. അത് നമ്മുടെ മൊബൈലിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയി. അപ്പോൾ ആ ഫോട്ടോയും ഈ ഫോട്ടോയും തമ്മിലുള്ള വ്യത്യാസം ഞാൻ കാണിച്ചു കേട്ടോ. ഓക്കെ, നമുക്ക് നേരെ ഗാലറി പോവാം. ഗാലറി പോയേക്കാണെങ്കിൽ ആ ഫോട്ടോ ഈ ഫോട്ടോ ഉണ്ടാവും. ഓക്കെ, ഇതാണ് നമ്മൾ എഡിറ്റ് ചെയ്ത ഫോട്ടോ. ഇതൊക്കെയാണ് ഇത് എഡിറ്റ് ചെയ്ത ഫോട്ടോ. ഈ ഫോട്ടോ ആ ഫോട്ടോ നമ്മൾ മാറ്റി നോക്കിയാണ്. അടിപൊളിയല്ലേ? അപ്പോൾ ഇതുപോലെ ഏത് സാധാരണക്കാരും ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒരു കിടിലൻ DSLR എഫക്റ്റുള്ള ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ്. മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്യുക. ലിങ്ക് കമൻറ്റ് ബോക്സിൽ